കഥ വായിച്ച് ഉത്തരം കണ്ടെത്താനാണ്. മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിലൂടെ കുഞ്ഞു സ്വപ്നം പുറത്തേക്ക് ഊർന്നിറങ്ങി. പകുതി തുറന്നു കിടക്കുന്ന ജനലിന്റെ പടിയിൽ ചെന്നിരുന്നു. പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. മുത്തേ മുത്തേ എണീക്ക്, കുഞ്ഞു സ്വപ്നം വിളിച്ചു. ആരാ? ഞാനാ, കുഞ്ഞു സ്വപ്നം. ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി. മുത്ത് എഴുന്നേറ്റിരുന്നു. വരുന്നോ എന്റെ കൂടെ? കുഞ്ഞു സ്വപ്നം വിളിച്ചു. നമുക്ക് പുറത്തെ നിലാവിൽ പാറി നടക്കാം. പറക്കാൻ എനിക്ക് ചിറകില്ലല്ലോ. മുത്ത് സങ്കടപ്പെട്ടു. ഇതാ എന്റെ വിരൽത്തുമ്പിൽ പിടിച്ചാൽ മതി. മുത്ത് വിരൽ തൊട്ടു. അത്ഭുതം. ഭാരം കുറഞ്ഞൊരു തൂവൽ പോലെ ആകുന്നത് മുത്തറിഞ്ഞു. അടുത്ത നിമിഷം കുഞ്ഞു സ്വപ്നം മുത്തിന്റെ വിരൽ പിടിച്ച് ജനലിലൂടെ പുറത്തേക്ക് പറന്നു. നിലാവ് അവരെ കോരിയെടുത്ത് മരച്ചില്ലകൾക്കും ഇലകൾക്കും ഇടയിലൂടെ പരന്നൊഴുകുന്ന നിലാവിൽ നീന്തി നീങ്ങി. അപ്പോൾ ഈ സ്റ്റോറി വായിച്ചിട്ട് അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ടാണ്. മുത്തിന്റെ ചിമ്മിയ കൺപീലികൾക്കിടയിൽ നിന്നും ഊർന്നിറങ്ങിയതാര്? ഓപ്ഷൻ എ കണ്ണുനീർ, ഓപ്ഷൻ ബി കുഞ്ഞു സ്വപ്നം, ഓപ്ഷൻ സി നിലാവ്, ഓപ്ഷൻ ഡി ഉറക്കം. ആൻസർ ഓപ്ഷൻ ബി കുഞ്ഞു സ്വപ്നം. കുഞ്ഞു സ്വപ്നം മുത്തിനെ എന്തിനാണ് വിളിച്ചത്? കൂട്ടരുമൊത്ത് കളിക്കാൻ, മുത്തു പെറുക്കാൻ, പുറത്തെ നിലാവിൽ പാറി നടക്കാൻ, മരത്തിൽ കയറാൻ. ആൻസർ ഓപ്ഷൻ സി പുറത്തെ നിലാവിൽ പാറി നടക്കാൻ. മുത്ത് സങ്കടപ്പെടാൻ കാരണമെന്ത്? ചിറകില്ലാത്തതിനാൽ, ഉറക്കം മതിയാകാത്തതിനാൽ, കുഞ്ഞു സ്വപ്നത്തെ കാണാത്തതിനാൽ, കൂട്ടരുമൊത്ത് കളിക്കാത്തതിനാൽ. ആൻസർ ഓപ്ഷൻ എ ചിറകില്ലാത്തതിനാൽ. മുത്ത് കുഞ്ഞു സ്വപ്നത്തിന്റെ വിരലിൽ തൊട്ടപ്പോൾ ഉണ്ടായ അത്ഭുതം എന്ത്? പൂനിലാവ് പോലെയായി, മഞ്ഞു പോലെയായി, ഭാരം കുറഞ്ഞ തൂവൽ പോലെയായി, കല്ല് പോലെയായി. ആൻസർ ഓപ്ഷൻ സി ഭാരം കുറഞ്ഞ തൂവൽ പോലെയായി. മുത്തിന് പറക്കാൻ സാധിച്ചത് എന്തുകൊണ്ട്? നിലാവ് പരന്നതുകൊണ്ട്, കുഞ്ഞു സ്വപ്നത്തിന് ചിറക് മുളച്ചതുകൊണ്ട്, ഉറക്കം തെളിഞ്ഞതുകൊണ്ട്, കുഞ്ഞു സ്വപ്നത്തിന്റെ വിരലിൽ പിടിച്ചതുകൊണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുഞ്ഞു സ്വപ്നത്തിന്റെ വിരലിൽ പിടിച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് മുത്തിന് പറക്കാൻ സാധിച്ചത്. കഥയ്ക്ക് അനുയോജ്യമായ ഒരു പേരെഴുതുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പേര് മുത്തും കുഞ്ഞു സ്വപ്നം എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇഷ്ടമുള്ള പേരുകൾ അനുയോജ്യമായി നൽകാം. തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടാണ്. അവർ പതുക്കെ വയലിലേക്ക് നടന്നു. അസ്തമയ സൂര്യന്റെ പ്രകാശരശ്മികൾ അവന്റെ മുഖത്ത് വീണു. പൂവന്മാരും പിടകളും പിള്ളകളും കൂട്ടിലേക്ക് ചേക്കേറാനുള്ള ധൃതിയിലാണ്. പണി കഴിഞ്ഞ് പണിക്കാർ വരമ്പിലൂടെ വെടി പറഞ്ഞു നടക്കുന്നു. അവർ വിടർന്ന മിഴിയോടെ സൂര്യാസ്തമയം ആസ്വദിച്ചു. തെച്ചിപ്പഴം പോലെ തുടുത്തു നിൽക്കുന്ന സൂര്യൻ. കുട്ടാ, ഇങ്ങോട്ട് വരണുണ്ടോ? നേരെ ഇരുട്ടായിട്ടോ. ദാ വരണ്. അവർ തിരികെ നടന്നു തുടങ്ങി. സൂര്യൻ മറഞ്ഞു. ആകാശത്ത് ചുവപ്പും കറുപ്പും കലർന്ന നിറം പടർന്നു. ചുണ്ടിൽ കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായി പോകുന്ന അമ്മക്കിളിയും പറഞ്ഞു ഇരുട്ടായി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന് ഉത്തരം എഴുതാനായിട്ടാണ് ആക്ടിവിറ്റി. തന്നിരിക്കുന്ന ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന സമയം ഏതാണ്? സന്ധ്യാസമയം. പൂവന്മാരും പിടകളും എന്തിനുള്ള ധൃതിയിലാണ്? കൂട്ടിലേക്ക് ചേക്കേറാനുള്ള ധൃതിയിലാണ്. സൂര്യൻ ഏതു പഴം പോലെയാണ് തുടുത്തത്? ആൻസർ തെച്ചിപ്പഴം. ആകാശത്ത് കലർന്ന നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും കറുപ്പും. കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായി പോയത് ആരാണ്? അമ്മക്കിളി. അവർ എന്താണ് ആസ്വദിച്ചത്? സൂര്യാസ്തമയം. മിഴി എന്ന വാക്കിന് പകരം പദം ഈ ഗദ്യഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക. കണ്ണ്. പാസേജ് എന്നിട്ട് ആൻസർ കണ്ടെത്താൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കവിത പൂർത്തിയാക്കുക. ഒരു 4 ലൈൻ കവിത എന്നിട്ട് അതേ പാറ്റേണിൽ ബാക്കി 4 ലൈൻ ഫിൽ ചെയ്യാനായിട്ട് മിക്കവാറും ചോദിക്കാറുണ്ട്. ആദ്യം തന്നിട്ടുള്ള 4 ലൈനാണ്. ഞാനൊരു കുഞ്ഞു കിളിയായെങ്കിൽ വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ മലയുടെ മുകളിൽ പുഴയുടെ മുകളിൽ പാറിപ്പാറി നടന്നേനെ. അപ്പോൾ ഈ സെയിം പാറ്റേണിൽ അടുത്ത 4 ലൈൻ എഴുതാനായിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഞാനൊരു കുഞ്ഞു കിളിയായെങ്കിൽ സ്വർണ്ണച്ചിറകു വിരിച്ചിട്ടങ്ങനെ കാടിന് മുകളിൽ നാടിന് മുകളിൽ പാറിപ്പാറി നടന്നേനെ. ഇപ്രകാരം തന്നിരിക്കുന്ന പാറ്റേണിൽ കവിത എഴുതാനായിട്ട് മിക്കവാറും ചോദിക്കാറുണ്ട്. നീലവാനത്ത് കൂട്ടരോടൊന്നിച്ച് പാറിക്കളിക്കുവാൻ എന്തു രസം, പുഞ്ചപ്പാടത്ത് കൂട്ടരോടൊന്നിച്ച് നെൽക്കതിർ തിന്നുവാൻ എന്തു രസം. ഈ 4 ലൈൻ്റെ പാറ്റേണിൽ അടുത്ത 4 ലൈൻ ഫിൽ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ചുവന്ന വാനത്ത് കൂട്ടരോടൊന്നിച്ച് പാറിപ്പറക്കുവാൻ എന്തു രസം, മാവിൻ ചില്ലയിൽ കൂട്ടരോടൊന്നിച്ച് ചേക്കേറുവാൻ എന്തു രസം. കനകച്ചിലങ്ക എന്നുള്ള യൂണിറ്റിൽ വായ്ത്താരുകൾ എന്നുള്ള ഭാഗത്ത് കവിത ഫിൽ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അത് വായ്ത്താരുകൾ ചേർന്നിട്ട് കവിത ഫിൽ ചെയ്യാനായിട്ടാണ്. അപ്രകാരം ഒരു ചോദ്യം പ്രതീക്ഷിക്കാം.
അക്ഷരമാല ക്രമത്തിൽ എഴുതാനായിട്ടാണ് ഈ ആക്ടിവിറ്റി. ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നതാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാൻ. ഇപ്പോൾ ABCD ക്രമത്തിൽ എഴുതുന്ന പോലെ മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ ആദ്യം എഴുതുക, അതിനുശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ. ആ ക്രമത്തിലാണ് വാക്കുകൾ വരിക. അപ്പോൾ ഒരേ വാക്കുകൾ ആവർത്തിക്കുകയാണെങ്കിൽ അവയുടെ ചിഹ്നങ്ങളുടെ ക്രമമായിരിക്കും നോക്കുക. അപ്രകാരം ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നമ്മുടെ കനകച്ചിലങ്ക എന്നുള്ള പാഠഭാഗത്തിലും പലഹാരപ്പൊതിയിലും ഇങ്ങനെ അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: അമ്മുവിന്റെ പിറന്നാൾ സമ്മാനം. അമ്മു പിറന്നാൾ ദിനത്തിൽ സ്കൂളിലേക്ക് ചെടികൾ സമ്മാനിക്കാൻ തീരുമാനിച്ചു. അമ്മു കൊടുത്ത ചെടികളാണ് ചുവടെ തന്നിരിക്കുന്നത്: ആമ്പൽ, താമര, ഓർക്കിഡ്, റോസ, അരളി, തെച്ചി, മുല്ല, ചെണ്ടുമല്ലി, സീനിയ, കനകാംബരം, 10 മണിപ്പൂവ്. ചെടികളെ അക്ഷരമാല ക്രമത്തിൽ നിരത്തി വെക്കാൻ അമ്മുവിന് സഹായിക്കാമോ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ആ കൊണ്ടുള്ള പൂവായിരിക്കും. അവിടെ അരളിയാണ് ഫസ്റ്റ് വരിക. അതിനുശേഷം ആ, ഈ അതൊന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ തന്നിരിക്കുന്ന ക്രമം വെച്ച് നോക്കുമ്പോൾ സ്വരാക്ഷരങ്ങൾ ആദ്യം, അതിനുശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ. ഒരേപോലുള്ള വാക്കുകൾ വന്നാൽ അവിടെ ചിഹ്നം ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്രകാരം ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ആൻസർ നോക്കുമ്പോൾ ഫസ്റ്റ് അരളി, ആമ്പൽ, ഓർക്കിഡ്, കനകാംബരം, ചെണ്ടുമല്ലി, താമര, തെച്ചി, പാരിജാതം, മുല്ല, സീനിയ, റോസ. കാനനോത്സവം എന്നുള്ള പാഠഭാഗത്തിൽ മത്സരങ്ങളുടെ പേരുകൾ ഇതുപോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റിയും കൂടെ ചെയ്യുക. വായ്ത്താരികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളൊരു കാര്യമാണ്. അത് എപ്രകാരം ചോദിക്കുന്നു എന്നറിയാൻ പറ്റില്ല, പക്ഷെ അത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. പാഠഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത്. വായ്ത്താരികൾക്ക് കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കുറച്ചുണ്ടെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ല് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് അത് ബേസ് ചെയ്യുന്ന പഴഞ്ചൊല്ല് എഴുതാൻ, അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് തന്നിട്ട് അതിന് ഏത് ആശയമാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുതാനായിട്ട്, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഇത് പാഠഭാഗത്തിലെ പഴഞ്ചൊല്ലുകളാണ്. അരിയെറിഞ്ഞാൽ 1000 കാക്ക, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, ആലിൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഒരുമയെ സൂചിപ്പിക്കുന്ന ചൊല്ലുകളാണിത്. ഒരുമ തന്നെ പെരുമ, ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐകമത്യം മഹാബലം, പലതുള്ളി പെരുവെള്ളം. ഒരുമ തന്നെ പെരുമ എന്നുള്ള പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഒരുമ തന്നെ പെരുമ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിന്നാൽ അസാധ്യമായി ഒന്നുമില്ല. തനിയെ ശ്രമിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങൾ ഒത്തൊരുമിച്ച് നിന്നാൽ സാധിക്കും. അപ്പോൾ ടെക്സ്റ്റിൽ ഒരു പിക്ചർ തന്നിട്ട്, ഉറുമ്പുകളുടെ പിക്ചർ തന്നിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഉറുമ്പുകൾ വട എടുത്തുകൊണ്ട് പോകുന്നത്. തനിയെ ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ഒരുമിച്ച് ചെയ്യുമ്പോൾ അവർക്കത് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ലിന്റെ മീനിങ് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാം. പക്ഷിമൃഗാദികളുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ: അടിതെറ്റിയാൽ ആനയും വീഴും, കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. മഴച്ചൊല്ലുകൾ: കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, മഴ നിന്നാലും മരം പെയ്യും. നെക്സ്റ്റ് ആക്ടിവിറ്റി പദക്കൂട്ടുകളാണ്. 2 യൂണിറ്റിലും പദക്കൂട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മുവിന്റെ പിറന്നാളാണ്, വീടൊരുക്കണം, ബലൂണിന് കാറ്റടിച്ചപ്പോൾ വലുതായി വലുതായി വന്നു, അവസാനം ഒറ്റപ്പൊട്ടൽ, എല്ലാവരും പൊട്ടി ചിരിച്ചു. അടിവരയിട്ട് പദക്കൂട്ടുകൾ പോലെ കൂടുതൽ എഴുതുക. ഇവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ വലുതായി വലുതായി, പൊട്ടി എന്നുള്ളവയാണ്. അപ്പോൾ ഇതേ മോഡലിലുള്ള പദക്കൂട്ടുകൾ എഴുതാനായിട്ടാണ് ചോദ്യം. പദക്കൂട്ടുകൾ: പറഞ്ഞു പറഞ്ഞ്, കരഞ്ഞു കരഞ്ഞ്, ഓടി ഓടി, ചാടി ചാടി, ചിരിച്ചു ചിരിച്ച്, കണ്ടു കണ്ട്, കൂടെ കൂടെ, ഒരുപാട്, ഓർത്തോർത്ത്. ഇപ്രകാരം വരുന്ന പദക്കൂട്ടുകളെ മനസ്സിലാക്കി വയ്ക്കുക. ഇത് പറയുന്ന കാര്യത്തിനപ്പുറം വേറെ ആശയം വരുന്ന 3 ലൈനുകളാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതായത് തെറ്റ് ചെയ്യുന്നവൻ പിന്നീടാണെങ്കിലും ശിക്ഷ അനുഭവിക്കും. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ അത് വേറൊരു കാര്യത്തിലേക്ക് ചെന്നുപെട്ടു. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ഒരു കാര്യം എന്താണോ നമുക്ക് തെറ്റ് സംഭവിച്ചത് അതിനെ തിരുത്താൻ നോക്കാതെ മൊത്തത്തിൽ ആ ഒരു കാര്യത്തെ നശിപ്പിച്ച് കളയുന്നതാണ് സൂചിപ്പിക്കുന്നത്. അടിതെറ്റിയാൽ ആനയും വീഴും. എത്ര വലിയ ബലവാനാണെങ്കിലും ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അതായത് നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം. അതുകൊണ്ടാണ് അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്നത്. ഇപ്രകാരം ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ പദക്കൂട്ടുകൾ അതിൻ്റെയൊക്കെ ആശയം കണ്ടെത്താൻ ഒക്കെ ചോദിക്കാം.
ഇത് അപ്രകാരമുള്ള വാക്കുകളാണ്. തുമ്പപ്പൂ ചോറ്, നല്ല വെളുത്തിരിക്കുന്ന മൃദുവായ ചോറാണ് തുമ്പപ്പൂ ചോറ്. കല്ലുമഴ, ശക്തമായ മഴയാണ്. ചിരിക്കുടുക്ക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ആനക്കൊതുക് നമ്മൾ പറയുന്ന വലിയ കൊതുകുകൾക്കാണ്. തീപ്പനി, ഭയങ്കരമായിട്ട് ചുട്ടുപൊള്ളുന്ന പനിക്ക് നമ്മൾ തീ പോലുള്ള പനി എന്ന് പറയും. അപ്പോൾ ഇതും ഒരു കാര്യം പറയുകയും വേറൊരു ആശയമായിട്ട് വരികയും ചെയ്യുന്ന പദക്കൂട്ടുകളാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കഥ പൂർത്തിയാക്കാനായിട്ടാണ്. കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെടും. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇപ്രകാരം നമ്മുടെ പലഹാരക്കുതിന്മാർ എന്നുള്ള പാഠഭാഗത്തിൽ ചോണന്റെയും മണിയന്റെയും കഥയുടെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതൊരു സ്റ്റോറിയാണ്. വനത്തിനോട് ചേർന്ന് പുഴയോരത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു. സുജാതയും അമ്മയും ജീവിക്കുന്നത് ആ ഗ്രാമത്തിലാണ്. ഒരിക്കൽ വിറകു ശേഖരിക്കാൻ വനത്തിൽ പോയ അമ്മയും മകളും അവിടെ ഒറ്റപ്പെട്ടു നിന്ന കുട്ടിയാനെ കണ്ടു. സുജാത അവന് തന്റെ കയ്യിലുണ്ടായിരുന്ന പഴം വച്ചു നീട്ടി. കുഞ്ഞനാനയ്ക്ക് അവളെ ഇഷ്ടമായി. പിന്നീട് അവർ പലതവണ കാട്ടിൽ കണ്ടുമുട്ടി, ഒന്നിച്ച് കളിച്ചു. അവരുടെ ചങ്ങാത്തം വളർന്നു. വർഷങ്ങൾ കടന്നുപോയി. അവർ രണ്ടാളും വളർന്നു വലുതായി, ഒപ്പം അവരുടെ സൗഹൃദവും. പക്ഷേ പഴയ പോലെ കാട്ടിലേക്ക് പോകാൻ സുജാതയ്ക്ക് കഴിയാതെയായി, ആനയ്ക്ക് നാട്ടിലേക്കും. പിന്നീട് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? കഥ പൂർത്തിയാക്കുക. ദിവസങ്ങൾ കടന്നുപോയി. സുജാതയ്ക്ക് പഠിക്കാനായി പട്ടണത്തിലേക്ക് പോകേണ്ടി വന്നു. കുഞ്ഞിക്കൊമ്പനോട് യാത്ര പറയാൻ അവൾ കാട്ടിലെത്തി. യാത്ര പറഞ്ഞപ്പോൾ സുജാതയ്ക്ക് കരച്ചിൽ വന്നു. കൊമ്പനും നിറ കണ്ണുകളോടെ ചെവിയാട്ടിക്കൊണ്ട് നിന്നു. അവൾ പറഞ്ഞു, കുഞ്ഞാ, നമുക്ക് പഴയ പോലെ ഒന്നും കാണാനാവില്ല. നീ വിഷമിക്കരുത്. അവധി കിട്ടുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വരും. അവൻ പെട്ടെന്ന് കാട്ടിലേക്ക് കയറിപ്പോയി. എന്നിട്ട് സുജാതയ്ക്കായി തുമ്പിക്കൈ നിറയെ പഴങ്ങളുമായി തിരികെ വന്നു. ഇരുവരും പഴം തിന്നു. സുജാത വീണ്ടും യാത്ര പറഞ്ഞു. കൊമ്പൻ കാടിന്റെ അതിരുവരെ അവളെ അനുഗമിച്ചു. വീണ്ടും കാണാമെന്ന് പറഞ്ഞവൾ നടന്നകന്നു. കൊമ്പൻ അവളെ നോക്കി നിന്നു. ഇതിപ്പോ കഥയുടെ ഒരു ബാക്കി ഭാഗം ഒരു രീതിയിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും കഥയാവും വരിക. അപ്പോൾ അതിനനുസരിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുക. നിഘണ്ടു നോക്കി വാക്കുകളുടെ മീനിങ് കണ്ടെത്താനായിട്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വാക്കിന് പകരം നിൽക്കുന്ന വേറൊരു വാക്കാണ് ഉദ്ദേശിക്കുന്നത്. തളിർത്ത്, തളിരിട്ട്, ശാഖ, മരക്കൊമ്പ്, ബിംബം, നിഴൽ, രശ്മി, കിരണം, തരുക്കൾ, മരങ്ങൾ, അർക്കൻ, സൂര്യൻ, നീര്, വെള്ളം, വാനം, ആകാശം, മാനം, വഞ്ചി, തോണി. പിന്നീട് ആ പാഠഭാഗങ്ങളെ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിലാവ്, ഇതിൻ്റെയൊക്കെ പകരം പദങ്ങളുണ്ട്. നക്ഷത്രം എന്ന് പറയുമ്പോൾ താരം, നിലാവ് ചന്ദ്രൻ. കടങ്കഥകളെ ഹാൻഡ് പല രീതിയിലാണ് സമീപിക്കുന്നത്. ഒന്ന്, കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇപ്പോൾ ഒരാൾ കടങ്കഥ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെക്കുറിച്ചുള്ള കടങ്കഥകൾ കുട്ടികൾ സ്വയം നിർമ്മിക്കുക. പിന്നെ ഒന്നുള്ളത് കടങ്കഥ പാട്ടാണ്, പാട്ട് രൂപത്തിലുള്ള കടങ്കഥകൾ. അപ്പോൾ ഇതിലേതെങ്കിലും രീതിയിൽ കടങ്കഥകൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. ഇത് ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു കടങ്കഥാപ്പാട്ടാണ്. 12 ആളുകൾ കാവൽ നിൽക്കും ചന്തം എന്നൊരു കൊട്ടാരം. വലിയമ്മാനും ചെറിയമ്മാനും റോന്തു ചുറ്റും കൊട്ടാരം. കൊട്ടാരത്തിൽ നിന്നും ഇടയ്ക്കിടെ മണിയടി കേൾക്കാം കട്ടായം. ഏതേതാണീ കൊട്ടാരം, ആരാരോതും കേൾക്കട്ടെ. ആൻസർ ക്ലോക്കാണ്. ഇപ്രകാരം കടങ്കഥാപ്പാട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ കടങ്കഥ തയ്യാറാക്കാനൊക്കെ ചോദിക്കാം. നെക്സ്റ്റ്, ചൂടാത്തൊരു കുട, ചോരാത്തൊരു കുട, കമ്പില്ലാ കുട, കാലുള്ളൊരു കുട, ആനപ്പുറമതിലേറില്ലാ കുട, ആളുകൾ കണ്ടു കൊതിക്കുന്നു കുട, തൂവെള്ളക്കുട, തൂമയെഴും കുട, തുരുതുരയങ്ങു നിരക്കുന്നു കുട, വാനിൽ കാറു പരക്കുന്നേരം താനേ പൊട്ടി മുളയ്ക്കുന്നു കുട, ഇടിവെട്ടുമ്പോൾ നിവരുന്നു കുട, ഇല പൊഴിയുമ്പോൾ കൂമ്പുന്നു കുട. തൂമ എന്ന് വെച്ചാൽ ചന്തം എന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് കൂൺ എന്നാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22 ചിത്രത്തിൽ നിന്നും കടങ്കഥ നിർമ്മിക്കാനുള്ളതിൽ ആക്ടിവിറ്റിയാണ്. തീവണ്ടി, മണിയടിച്ചാൽ മലമ്പാമ്പോടും തീവണ്ടി. മൂളും വണ്ടി, മുച്ചക്ര വണ്ടി, ഓട്ടോറിക്ഷ. നിവർത്തിയിട്ടൊരു പായ, എടുത്തു മാറ്റാൻ ഒക്കില്ല, റോഡ്. അടുത്ത ഡിസ്കോസ് ആയിട്ട് വന്നിട്ടുള്ളത് വിവരണമാണ്. വിവരണം കാനനോത്സവം എന്നുള്ള ഭാഗത്തിൽ കുഞ്ഞരിപ്രാവിൻ്റെ കലോത്സവം കണ്ട വിവരണമാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഏതെങ്കിലും ഒരു വിവരണം ചോദിക്കാം. നെന്മണി കൊത്തിപ്പെരുക്കി വരുമ്പോഴാണ് കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിലെ അനൗൺസ്മെന്റ് കേട്ടത്. അവിടെ കലോത്സവം നടക്കുകയായിരുന്നു. അവിടെയുള്ള മുത്തശ്ശിപ്ലാവിലിരുന്നാൽ സ്കൂൾ മുഴുവനായി കാണാം.
ഗ്രൗണ്ടിൽ കുട്ടികൾ തിങ്ങി നിറഞ്ഞിരുന്നു. ലളിതഗാന മത്സരമാണ് ആദ്യം നടന്നത്. അതിനുശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികളുണ്ടായിരുന്നു. ഓരോ പരിപാടിക്ക് ശേഷവും കുട്ടികൾ കൈയടിച്ച് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഉത്സാഹത്തിലായിരുന്നു. ഇതിപ്പോൾ പ്രാവിൻ്റെ വിവരണമാണ്. ഇപ്രകാരം നമ്മുടെ പാഠഭാഗത്ത് തന്നെ വരുന്നുണ്ട് കലാരൂപങ്ങളെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ. ചിലപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് അതിൻ്റെ വിവരണം ആവാം. അങ്ങനെ വിവരണം പല രീതിയിൽ വരാം. കാട്ടിലെ കലോത്സവത്തിന് നിയമാവലി തയ്യാറാക്കാനായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട്. സംഘനൃത്തം നിയമാവലി. ഒരു ടീമിൽ 7 അംഗങ്ങൾ വേണം. വേഷവിധാനം ഒരുപോലെ ആവണം. പാട്ട് റെക്കോർഡ് ചെയ്തത് ഉപയോഗിക്കാം. 10 മിനിറ്റാണ് മത്സര സമയം. സംഘഗാനത്തിന് നിയമാവലിയാണ്. ഒരു ഗ്രൂപ്പിൽ 7 അംഗങ്ങൾ ഉണ്ടാവണം. സിനിമാ ഗാനങ്ങൾ പാടില്ല. 5 മിനിറ്റിൽ കൂടാൻ പാടില്ല. പക്ഷികൾ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാവൂ. ഇപ്രകാരം കുട്ടികൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന് നിയമാവലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സ്പെസിഫൈ ആയിട്ട് തന്നിട്ട് അതിൻ്റെ നിയമാവലിയും ചോദിക്കാം. ഞാൻ കണ്ട കലാരൂപം അന്നത്തെ ഡയറിയാണ്, അല്ലെങ്കിൽ ഇതൊരു അനുഭവ വിവരണവും കൂടെയാണ്. അമ്മയുടെ കൂടെ ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ മനോഹരമായ ഒരു കലാരൂപം കണ്ടു. അത് കഥകളിയായിരുന്നു. കഥകളിയെക്കുറിച്ച് അമ്മ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. കേരളത്തിൻ്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല. പശ്ചാത്തലത്തിൽ നിന്ന് പാടുന്നവരുടെ പാട്ടിന് അനുസരിച്ച് കൈമുദ്രകൾ കൊണ്ട് കഥ പറയുകയാണ് ചെയ്യുന്നത്. കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദനശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാരംഭം എന്നിവയാണ് കഥകളിയിലെ ചടങ്ങുകൾ. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ കഥകളി കണ്ടത്. മനോഹരമായ ഒരു അനുഭവമാണ് കഥകളി എനിക്ക് സമ്മാനിച്ചത്. ഇപ്രകാരം കണ്ടുപോയൊരു കലാരൂപം അല്ലെങ്കിൽ അനുഭവപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, അതിനെക്കുറിച്ചൊരു വിവരണം ചോദിക്കാം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം എഴുതാൻ സാധ്യതയുള്ള ഡയറി ചോദിക്കാം. അതുപോലെ നിറങ്ങളുടെ നൃത്തം എന്നുള്ള പാഠഭാഗത്തിൽ കലാരൂപങ്ങളുടെ വീഡിയോ കണ്ട് അവയെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ പറയുന്നുണ്ട്. കഥകളിയുടെയും പഴയയുടെയും വ്യത്യാസം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കലാരൂപങ്ങളുടെ ചിത്രം ശേഖരിച്ച് ഒട്ടിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കലാരൂപങ്ങളുമായിട്ട് പല രീതിയിൽ ബന്ധമുള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ അവിടെ ചിത്രം തന്നിട്ട് അത് ഏത് കലാരൂപമാണെന്ന് ചോദിക്കാം. അതുകൊണ്ട് കുറച്ച് കലാരൂപങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കഥകളി, പടയണി, ഓട്ടൻതുള്ളൽ, ഒപ്പന, തിരുവാതിര, തെയ്യം, നാടോടി നൃത്തം, മാർഗംകളി. ടെക്സ്റ്റിൽ ഓട്ടൻതുള്ളൽ, ശീതങ്കൻതുള്ളൽ, പറയൻതുള്ളൽ മൂന്നിൻ്റെയും ചിത്രം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. പടയുടെ കെടുതി എന്നുള്ള പാഠഭാഗത്തിൽ യുദ്ധം വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു കുറിപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബുക്കിൽ ഒരു പദസൂര്യനായിട്ട് യുദ്ധം വരുത്തുന്ന പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്. യുദ്ധം ബാക്കി വെക്കുന്നത് എപ്പോഴും നഷ്ടങ്ങളായിരിക്കും. ഒരുപാട് പേർ മരിക്കുന്നു. മുറിവേറ്റും അവയവങ്ങൾ നഷ്ടപ്പെട്ടും കുറേ പേർ കഷ്ടപ്പെടും. വീടുകൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, കടകൾ, ഓഫീസുകൾ എല്ലാം യുദ്ധം തകർക്കുന്നു. കൃഷി ഇല്ലാതാവുന്നു. വ്യവസായങ്ങൾ തകരുന്നു. ദാരിദ്ര്യം, പട്ടിണി, രോഗങ്ങൾ എന്നിവ കൊണ്ട് ജനങ്ങൾ വലയുന്നു. സന്തോഷവും സമാധാനവും ഇല്ലാതാകുന്നു. ഇത് വളരെ ചെറിയൊരു കുറിപ്പാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കൂടുതൽ കൂട്ടിച്ചേർക്കുക. നെക്സ്റ്റ് ഭാഗത്ത് തന്നിരിക്കുന്നതും യുദ്ധം വരുത്തുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ജനങ്ങൾക്ക് സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വരുന്നു. വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാതെയാവുന്നു. ആശുപത്രി, റോഡ്, വാഹനം, വ്യവസായം എല്ലാം തകരുന്നു. യുദ്ധം ഏറ്റവും അധികം ബാധിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയാണ്. അവർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും സൂചിപ്പിക്കാം. നെക്സ്റ്റ് വാന്യയുടെ ഡയറിയാണ്. കലാരൂപങ്ങളുടെ ഡയറി ഇപ്പം നമ്മൾ കണ്ടു. വാന്യയുടെ ഡയറി നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഡയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യവഹാര രൂപം തന്നെയാണ്. ഡയറിക്ക് ഡേറ്റ് ഉറപ്പായിട്ടും ഇടണം. ദിവസം ഇടാം. ഇന്ന് ആ മുന്തിരിങ്ങ വരുത്തിയ കുഴപ്പം. ആകെ നാണക്കേടായി. കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. അതാണ് മുന്തിരി കഴിച്ചത്. അമ്മ അറിയാതെയാണ് എടുത്തത്. പറഞ്ഞിട്ടെടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എടുത്തെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അച്ഛൻ്റെ ബുദ്ധി കൊള്ളാം. എത്ര വേഗമാണ് എൻ്റെ കള്ളം പൊളിച്ചത്. ചേട്ടനും ചേച്ചിയും എന്നെ കളിയാക്കും. അതോർത്താണ് എനിക്ക് വിഷമം. എനിക്കെൻ്റെ തെറ്റു മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ കള്ളം പറയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവളുടെ ഫീലിംഗ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇപ്രകാരം ഏതെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് ഡയറി ചോദിക്കാം.
പോസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പലഹാര പ്രദർശനത്തിൻ്റെ പോസ്റ്ററാണ് ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പാണ്യം പലഹാര പ്രദർശനം ജൂലൈ 23 ബുധൻ സ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇതൊരു മോഡലാണ്. ഇപ്രകാരം ഏത് മോഡലിലും ചിത്രങ്ങൾ വരച്ചും കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയും തയ്യാറാക്കാം. ഇഷ്ടപ്പെട്ട പലഹാരത്തെക്കുറിച്ച് കുറിപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രഭാത ഭക്ഷണമാണ് പുട്ട്. നനച്ച അരിപ്പൊടി ആവിയിൽ പുഴുങ്ങിയാണ് പുട്ടുണ്ടാക്കുന്നത്. ഗോതമ്പ്, റവ, റാഗി ഇവ കൊണ്ടും പുട്ടുണ്ടാക്കും. എല്ലാ കറികൾക്കും ഒപ്പം പുട്ട് ചേരും. പഴവും ചേർത്ത് കഴിക്കാം. പുട്ടുകുറ്റിയിൽ വേവിക്കുന്ന പുട്ട്, ചിരട്ടപ്പുട്ട് ഇവയുണ്ട്. ചക്കപ്പുട്ട്, ഇറച്ചിപ്പുട്ട് തുടങ്ങി ഇഷ്ടമുള്ളവ തേങ്ങയ്ക്ക് പകരം ചേർക്കാം. ഒപ്പം തന്നെ ടെക്സ്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരു പലഹാരം അതിനെക്കുറിച്ച് വർണ്ണിക്കാനായിട്ട് പറയുന്നുണ്ട്. ജിലേബിയെക്കുറിച്ച് വർണ്ണിക്കാനുള്ള ഒരു പ്രവർത്തനം ഹാൻഡ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഞാൻ ജിലേബി, എൻ്റെ കളർ ഇതാണ്, ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടമാണ്, ആ ഒരു രീതിയിൽ ജിലേബി ഒരു വസ്തുവിനെ, ഒരു ആഹാര പദാർത്ഥത്തെക്കുറിച്ച് ഒരു കുറിപ്പ് ചോദിക്കുന്നുണ്ട്. ഇത് പലഹാര ചൊല്ലുകളാണ്. അന്ന വിചാരം മുന്ന വിചാരം, പിന്നെ വിചാരം കാര്യവിചാരം. അന്നബലം പ്രാണബലം, എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം, ഞാറുറച്ചാൽ ചോറുറച്ചു, അത്താഴം അത്തിപ്പഴത്തോളം. മഴത്തുള്ളിപ്പിണക്കം എന്നുള്ള പാഠഭാഗത്തിലാണ് കത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമിൽ പലഹാര കൊതിയന്മാർ വരെയാണെന്നാണ് വിശ്വാസം. ഈ ഒരു ഭാഗം ഉണ്ടോ എന്ന് കറക്റ്റ് അറിയില്ല. ഒരു കത്ത് വരുമ്പോൾ പ്ലേസും ഡേറ്റും, സ്ഥലവും തീയതിയും വേണം. അഭിസംബോധന. പ്രിയപ്പെട്ട അമ്മുവിന്, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ടോയ് കാർ. നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ടയർ ഇളകിപ്പോയപ്പോൾ നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞു. മഴയത്തൊഴുകി ഞാൻ പുഴയിലെത്തി. അവിടെ നിന്നൊഴുകി കായലിലും പിന്നെ കടലിലും എത്തി. എന്നെ ഒരു വലിയ മീൻ വിഴുങ്ങി. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ മീൻ മരിക്കാറായ അവസ്ഥയിലാണ്. ആരാണിതിന് കാരണം? അമ്മു ചെയ്ത തെറ്റുകൊണ്ട് ഒരു പാവം മീൻ അപകടത്തിലായി. ഇനി ആരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് എറിയരുത്. ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറണം. ഭൂമിയെ സ്വർഗമാക്കണം. സ്നേഹത്തോടെ ഉപേക്ഷിച്ച കളിപ്പാട്ടം. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡിസ്കോഴ്സ് ആണ് കോൺവെർസേഷൻ എഴുതാൻ. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് സംഭാഷണം എഴുതാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ വാന്യയുടെ ആ മുന്തിരിങ്ങ എന്നുള്ള പാഠഭാഗത്തിൽ, അതുപോലെ തന്നെ പലഹാര കൊതിയന്മാർ എന്നുള്ള പാഠഭാഗത്തിൽ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ നമുക്ക് പാഠഭാഗത്തിൽ സംഭാഷണം വരുന്നുണ്ട്. ഇതിപ്പോൾ പൊന്നാനി ചന്തയിലേക്കുള്ള യാത്രയിൽ ചോണനും മണിയനും തമ്മിലുള്ള കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത്. പൊന്നാനി ചന്തയിലേക്കുള്ള യാത്രയിൽ ചോണനും മണിയനും എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും? ഇതാണ് സിറ്റുവേഷൻ. മണിയൻ: ചോണ നിൽക്കൂ, ഞാനുമുണ്ട്. ചോണൻ: വേഗം വാ, അല്ലെങ്കിൽ അപ്പാണ്യം കഴിയും. മണിയൻ: അവിടെ എന്തൊക്കെ വിഭവങ്ങൾ കാണും? ചോണൻ: പലതരം അലുവകൾ, ദോശ, വടകൾ, ഉപ്പേരി, അങ്ങനെ നിരവധി വിഭവങ്ങൾ കാണും. മണിയൻ: കേട്ടിട്ട് കൊതിയാകുന്നു. നമുക്ക് കുറേ പലഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. കുറച്ച് കൂട്ടുകാർക്കും കൊടുക്കാം. ചോണൻ: എങ്കിൽ നമുക്ക് വേഗം നടക്കാം. ഇപ്പോൾ ഈ ഒരു പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിട്ടാണ് സംഭാഷണം ചുരുക്കിയത്. ഇപ്രകാരം ഇത് കൂടുതൽ എഴുതാം. പാചകക്കുറിപ്പ്. മത്തങ്ങ എരിശ്ശേരി. കഷ്ണങ്ങളാക്കിയ മത്തങ്ങ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക. തേങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുരുമുളകുപൊടി എന്നിവ ചേർത്ത് നന്നായി അരയ്ക്കുക. അരച്ച മിശ്രിതവും ഉപ്പും കറിവേപ്പിലയും വേവിച്ച് വെച്ചിരിക്കുന്ന ചേരുവയിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. വെളിച്ചെണ്ണയിൽ കടുക്, തേങ്ങ എന്നിവ വറുത്ത് ചുവന്നമുളകും ചേർത്ത് കറിയിലേക്ക് ഒഴിക്കുക. ഇത് മത്തങ്ങ എരിശ്ശേരിയാണ്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാചകക്കുറിപ്പ് പഠിപ്പിക്കുക.